പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരൻ, എവിടെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തണം? ഈ ചോദ്യവുമായിട്ട് ഏതാനും ജ്ഞാനികൾ പുറപ്പെട്ടു. അവർ ദൈവത്തെ അന്വേഷിച്ചു, സത്യത്തെ അന്വേഷിച്ചു. അവർ കണ്ടെത്തി. അവർ കൊണ്ടുവന്ന ആ സമ്മാനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ആ തിരുനാളാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത്, ജ്ഞാനികളുടെ തിരുനാൾ. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരെങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തിയത്? അവർക്ക് നിഷ്പ്രയാസം വന്ന് ദൈവത്തെ കാണാൻ സാധിച്ചില്ല, മറിച്ച് ധാരാളം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ സാധിച്ചത്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും ദൈവത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് നാം അന്വേഷിക്കുന്ന ദൈവത്തെ, ആ സത്യത്തെ നമുക്ക് കണ്ടെത്താം. അതിലൂടെ കൂടെ ദൈവാര്യങ്ങൾ പ്രാപിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ചെയ്തു പോയ എല്ലാ തെറ്റുകളും ദൈവത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി നമുക്ക് ബലിയർപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Amen.
പ്രാർത്ഥിക്കാം. അങ്ങേ ജാതനെ നക്ഷത്രത്തിൻ്റെ മാർഗദർശനത്താൽ ഈ ദിനത്തിൽ ജനപദങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവമേ, വിശ്വാസം വഴി അങ്ങേ അറിഞ്ഞ് ഞങ്ങൾ അങ്ങേ ഉദാത്തമായ ഭഗവത്വത്തിൻ്റെ സൗന്ദര്യം ദർശിച്ച് ആനയിക്കുന്നതുവരെ നയിക്കപ്പെടുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മയുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചവൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: ജെറുസലേമേ, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്നു വരും. പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദ്യാനിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ്
രഹസ്യം എനിക്ക് അറിവായത്. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. കർത്താവ് നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരദേശത്തു നിന്നും 3 ജ്ഞാനികൾ ജെറുസലമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട ഹെരോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായി ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ് എന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടെത്തി കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങി. അത് ഈശോ കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കയും മീറയും കഴിച്ചർപ്പിച്ചു. ഹെരോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയിലൂടെ സ്വദേശത്തേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയമുള്ളവരെ, എവിടെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തും? ഈ അന്വേഷണവുമായി പുറപ്പെട്ടാൽ തീർച്ചയായും ദൈവത്തെ നമ്മൾ കണ്ടെത്തും. സത്യദൈവത്തെ നമ്മൾ കണ്ടുമുട്ടും. അതാണ് ഇന്ന് ഈ ജ്ഞാനികളിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. വലിയ വലിയ മനുഷ്യർ ജനിക്കുമ്പോൾ ചിലപ്പോൾ പ്രപഞ്ചമാകെ ചില പ്രതിഭാസങ്ങളുണ്ടാകാം. ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കും.
അദ്ദേഹത്തെ കാണുവാനായിട്ട് വലിയ വലിയ രാജാക്കന്മാരും വലിയ വലിയ പ്രഭുക്കന്മാരും വലിയ വലിയ ആൾക്കാരുമൊക്കെ കടന്നു വരും. അദ്ദേഹത്തെ കാണുകയും ആശംസകൾ അർപ്പിക്കുകയും അതേസമയം തന്നെ സമ്മാനങ്ങളൊക്കെ നൽകുകയും ചെയ്യും. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ഒരു നക്ഷത്രവും ഉദയം ചെയ്യും. അതേസമയം മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ ആ നക്ഷത്രം അപ്രത്യക്ഷമാകും എന്ന് ചില പ്രാചീന ചിന്തകർ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യൻ ജനിച്ചിരിക്കുകയാണ്. അതിന് ദൈവത്തിൻ്റെ വാഗ്ദാനം, പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് കടന്നു വന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജനനം ആദ്യം അനുഭവിച്ചറിഞ്ഞത് യഹൂദർ അറിഞ്ഞത് മാലാഖമാർ മുഖേനയും അതേസമയം തന്നെ വിദേശികൾ അവരൊക്കെ അറിഞ്ഞത് നക്ഷത്ര മുഖേനയാണ്. അങ്ങനെ മാലാഖമാർ മുഖേന ആട്ടിടയന്മാർ ആദ്യം അനുഭവിച്ചറിഞ്ഞു തങ്ങൾക്കായിട്ട് അവതരിക്കുന്ന രക്ഷകനെ ഈ ലോകത്ത് കാണാൻ സാധിക്കും എന്നുള്ള സന്ദേശം മാലാഖമാർ അറിയിക്കുകയും അതനുസരിച്ച് അവർ കാണുകയും അവർ വന്ന് കാഴ്ചയർപ്പിക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്തു. വിജാതിയർക്ക് ആ സമയം തന്നെ പൗരദേശത്തുള്ള വിജാതിയർ നക്ഷത്ര മുഖേന മനസ്സിലാക്കുകയാണ് സാധാരണ അമാനുഷികമായിട്ടുള്ളവർ, പ്രത്യേകതയുള്ളവർ ജനിച്ചു വീഴുമ്പോൾ ചില പ്രത്യേക പ്രതിഭാസങ്ങളുണ്ട് ഒക്കെയാണ് പ്രപഞ്ചത്തുണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രതിഭാസം, ഒരു അടയാളം ആകാശത്ത് ഒരു നക്ഷത്രത്തിലൂടെയും കാണപ്പെട്ടു. ജ്ഞാനികൾക്കത് മനസ്സിലായി, എന്തോ വലിയൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതെന്താണ് എന്ന് അവർ അവരുടെ മതഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും അതനുസരിച്ച് അവർ മനസ്സിലാക്കുകയും അവർ പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെ സാധിച്ചിരിക്കുന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ആ നക്ഷത്രത്തെ പിന്തുടരുവാനായിട്ട് അവർ തയ്യാറാകുകയും ചെയ്തു. മോശയുടെ ചില കാര്യങ്ങളും യേശുവിൻ്റെ കാര്യങ്ങളും തമ്മിൽ സാമ്യപ്പെടുത്തി കണക്കുണ്ട്. മോശ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ടാണെങ്കിൽ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തൻ്റെ ദൈവജനത്തെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ടാണ്. ഇങ്ങനെയുള്ളൊരു സാദൃശ്യം നമുക്ക് അവരിലൂടെ കാണുവാൻ സാധിക്കുന്നു. അതേസമയം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം യേശു ആര് എന്നുള്ളതിന് ഉത്തരം നൽകുന്ന അധ്യായമാണ്. എന്നാൽ 2-ാം അധ്യായം 1 മുതൽ തുടങ്ങുന്ന ആ വചനങ്ങൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാകുകയാണ്. അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ദേശത്തുള്ള ജ്ഞാനികൾ വന്ന് എവിടെയാണ് യഹൂദർക്ക് ജനിച്ചിരിക്കുന്ന രാജാവ് എന്നാണ് അന്വേഷിക്കുന്നത്. ആരാണ് ഈ ജ്ഞാനികൾ? സാധാരണ സുവിശേഷകന്മാർ ഒരു ഒഴുക്കമട്ടിലൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. കിഴക്ക് നിന്നു വന്ന
ഒരാണ് എന്ന്. അല്ലാതെ അവർ എത്ര പേരുണ്ട്, എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തമായ രീതിയിൽ അവരാരും പറഞ്ഞു വയ്ക്കുന്നില്ല. പക്ഷെ ചില പണ്ഡിതന്മാരൊക്കെ അവർ നിഗമനത്തിലെത്തുന്നത് അത് ചിലപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞന്മാരാകാം, അല്ലെങ്കിൽ രാജാക്കന്മാർ ആകാം, അല്ലെങ്കിൽ എന്നിങ്ങനെയുള്ളവർ ആരോ ആകാം എന്നുള്ള നിഗമനത്തിലാണ് അവർ എത്തിച്ചേരുന്നത്. പ്രിയമുള്ളവരെ, അവർ ആരുമായിക്കൊള്ളട്ടെ, എന്തായാലും ഈ അമാനുഷികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജനനം പ്രപഞ്ചത്തിൽ ചില വലിയ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അത് തങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടത്. തങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ആ അടയാളത്തെ, നക്ഷത്രത്തെ അവർ കാണുകയാണ്. അങ്ങനെ ഒരു ഗണം ശാസ്ത്രജ്ഞന്മാരാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ പോലുള്ള യാതൊരുവിധ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. മലകളും താഴ്വാരകളൊക്കെ മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു വേണം വരുവാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്നു. എങ്ങും യാത്ര അത്ര സുഖകരമല്ലാത്ത യാത്ര, എങ്ങും അപകടങ്ങൾ നിറഞ്ഞ യാത്ര, അതെല്ലാം താണ്ടി വേണം അവരുടെ മുന്നോട്ട് പോകൽ. അങ്ങനെ ഇടക്ക് വെച്ച് പാതി വഴി വെച്ച് പലരും ഉപേക്ഷിച്ചു. എന്നാൽ ചിലരൊക്കെ ദൃഢനിശ്ചയത്തോടുകൂടി തങ്ങൾ എന്തിനാണോ പുറപ്പെട്ടത്, തങ്ങൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയോ, എവിടെയാണ് ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവരാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിലുള്ളത് യഹൂദരുടെ രാജാവ് എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെ യഹൂദരുടെ രാജാവ് എന്ന് പറയുമ്പോൾ അതൊരു രാജകൊട്ടാരത്തിലോ വലിയ വലിയ കൊട്ടാരങ്ങളോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണയോടു കൂടിയാണ് അവർ രാജപാതയിലൂടെ നടക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ അവർ എത്തിച്ചേർന്നതാകട്ടെ ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ. അദ്ദേഹം ആ സമയത്ത് റോമൻ സെനറ്റ് ഒരു രാജാവായിട്ട് നിയമിച്ച ഒരു വ്യക്തി. ആ സമയത്ത് യഹൂദരുടെ എല്ലാം തൻ്റെ വരുതിയിലാക്കി. യഹൂദരും റോമാക്കാരും നിരന്തരം പോരടിച്ചു കൊണ്ടിരുന്ന കാലം. എങ്ങനെ അവർ തങ്ങളുടെ ആ വിദേശാധിപത്യത്തിൽ നിന്നും മാറി നിൽക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ചിരുന്ന കാലം. അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നികുതികളൊന്നും കൊടുക്കേണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്ന കാലം. അങ്ങനെയുള്ള എങ്കും സംഘർഷപരിമിതമായിട്ടുള്ള ഒരവസ്ഥയിലാണ് റോമാക്കാരും യഹൂദരും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ജ്ഞാനികൾ വന്ന് രാജാവിനോട് ചോദിക്കുന്നത്, യഹൂദരുടെ രാജാവ് എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന്. അതോടുകൂടി രാജാവ് അസ്വസ്ഥനാകുകയാണ്, കൂടാതെ ജെറുസലേം മുഴുവനും. എന്തുകൊണ്ടാണ് ഇവർ അസ്വസ്ഥരാകുന്നത്? രാജാവിനെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ചിലരൊക്കെ നല്ലൊരു രാജാവ്, നല്ലൊരു ഭരണകർത്താവ്, അവരുടെ കഷ്ടപ്പാടുകളിൽ ദുരിതങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നികുതികളൊക്കെ ഇളവ് ചെയ്തു കൊടുക്കുന്നവൻ, ധാരാളം ദേവാലയങ്ങൾ നിർമ്മിച്ചവൻ, അതേസമയം തന്നെ മനോഹരമായിട്ടുള്ള ജെറുസലേം ദേവാലയം നിർമ്മിച്ചവൻ എന്നിങ്ങനെയുള്ള വളരെയധികം ഖ്യാതികൾ, വളരെയധികം നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതേസമയം തന്നെ മറ്റൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നോക്കിക്കണ്ടുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നുള്ള മനോഭാവത്തോടുകൂടി നോക്കി നിന്നവർ. കാരണം തനിക്കെതിരായിട്ട് രാജാവ് പിറക്കുകയോ അതൊരിക്കലും സാധിക്കാത്തതെന്ന് തന്നെയാണ്. തനിക്ക് എതിരായിട്ട്, തൻ്റെ സിംഹാസനെതിരായിട്ട്, തൻ്റെ വംശത്തിനെതിരായിട്ട് ഒരു മനുഷ്യൻ, ഒരു രാജാവ് എത്തുകയെന്ന് പറയുമ്പോൾ ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായിരിക്കും അവിടെ ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു ജനത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്തും ഇനി സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.
അതുകൊണ്ടാണ് രാജാവും ഒപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥരാകേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, ആ ജ്ഞാനികൾ ഈ വിവരം രാജാവിനെ അറിയിച്ചപ്പോൾ അത് എന്ന് എവിടെ സംഭവിച്ചു എന്നുള്ള അറിയുവാനായിട്ട് അതിയായ തീഷ്ണത. അദ്ദേഹം പ്രഭുക്കന്മാരെയും മറ്റ് പണ്ഡിതന്മാരെയും നിയമജ്ഞരെയും ഒക്കെ വിളിച്ചുകൂട്ടി ആ സമയം ഏതാണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക, എവിടെയാണ് സംഭവിക്കുക എന്നൊക്കെ ആരാഞ്ഞു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേം. ബെത്ലഹേം ദാവീദിൻ്റെ പട്ടണമായിരുന്നു. അവിടെയാണ് പ്രവാചകന്മാരുടെ പ്രവചനമനുസരിച്ച് യേശു പിറന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ ശിശുവിനെ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുക, കണ്ടെത്തിയാൽ തിരിച്ചു വന്ന് എന്നെയും അറിയിക്കുക, എനിക്കും അദ്ദേഹത്തെ പോയി ആരാധിക്കണം. ഇതും പറഞ്ഞുകൊണ്ടാണ് അവരെ വിടുന്നത്. അവർ ആ രാജകൊട്ടാരം ഇറങ്ങിയ നിമിഷത്തിന് വീണ്ടും അവർക്ക് നക്ഷത്രം പ്രത്യക്ഷമായി. ആ നക്ഷത്രം അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ചെന്നെത്തിയത് യേശുവിൻ്റെ മുന്നിൽ, യേശു കിടന്നിരുന്ന ആ സ്ഥലത്ത്. പക്ഷേ അവർ രാജാവിനെ പ്രതീക്ഷിച്ച് നിന്നപ്പോൾ വെറും ദരിദ്രനായിട്ടൊരു ബാലനെയാണ്, ഒരു കുഞ്ഞിനെയാണ്, ശിശുവിനെയാണ് അവിടെ കാണുവാൻ സാധിച്ചത്. എങ്കിലും തങ്ങൾ സൂചനയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, അടയാളങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രതിഭാസങ്ങളും വെച്ചുകൊണ്ട് അവർ മനസ്സിലാക്കി ഇത് തന്നെയാണ് തങ്ങൾ അന്വേഷിച്ചിരുന്ന ദൈവം. അവർ കൊണ്ടുവന്ന ആ നിക്ഷേപാത്രങ്ങളെല്ലാം തുറന്ന് സ്വർണവും മീറയും കുന്തിരിക്കയും എല്ലാം എടുത്ത് യേശുവിനെ സമർപ്പിക്കുകയാണ്. ആ സമ്മാനം യേശുവിന് നൽകിക്കൊണ്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങി. ആ സമയത്ത് ദർശനമുണ്ടായി, നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ പോവുക. അങ്ങനെ ആ ദർശനമനുസരിച്ച് മറ്റൊരു വഴിയിലൂടെ അവർ തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങി. ഇത് രാജാവ് അറിഞ്ഞു. രാജാവ് വളരെ കോപാകുലനായി. അദ്ദേഹം ആ സന്ദർഭങ്ങളെയും ആ സമയത്തെല്ലാം വെച്ചുകൊണ്ട് 2 വയസ്സും അതിന് താഴെയുള്ള കുട്ടികളെയെല്ലാം വധിക്കുവാനായിട്ട് കൽപ്പന പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. ഈ 2 വിഭാഗത്തെ കാണുന്നു. ഒന്ന് ഹെറോദേസിൻ്റെ വിഭാഗവും മറ്റൊന്ന് ജ്ഞാനികളുടെ വിഭാഗവും. നമ്മൾ ഈ 2-ൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഹെറോദേസിൻ്റെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാർത്ഥമതികളാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെയും നമ്മുടെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് പോകുന്നവരാണ്. നമ്മുടെ സ്വന്തം കാര്യത്തിന്, നമ്മുടെ അധികാരത്തിന് കോട്ടമുണ്ടാകുമ്പോൾ അതിനെ പ്രതികരിക്കുന്നവരായിരിക്കും നമ്മൾ നോക്കുന്ന തസ്തികകളും പ്രസ്ഥാനങ്ങളുമെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് കരുതിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ, മറ്റുള്ളവർ ആരെങ്കിലും കടന്നു വന്നാൽ അതിന് അവസരം കൊടുക്കാതെ നമ്മുടേതായിട്ട് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗണത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹെറോദേസിൻ്റെ ആ ഗണത്തിൽ പെടുന്നത്. മറിച്ച് ആ ജ്ഞാനികളുടെ ഗണത്തിലാണ് നമ്മൾ പെടുന്നുവെങ്കിൽ നമ്മൾ എവിടെ എൻ്റെ ദൈവത്തെ അന്വേഷിക്കണം, എൻ്റെ ദൈവത്തെ കണ്ടെത്തണം എന്നുള്ള ആ ബോധ്യത്തിലൂടെ ഇറങ്ങി പുറപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തെ അന്വേഷിച്ചിരുന്നവരാണ് നമ്മൾ, സത്യത്തെ അന്വേഷിച്ചു പോകുന്നവരാണ് നമ്മൾ. അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. എന്തെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ആ ജ്ഞാനികൾ ദൈവത്തെ കണ്ടുമുട്ടിയത്, സത്യത്തെ കണ്ടുമുട്ടിയത്. അതേ മനോഭാവത്തിലൂടെ തന്നെ അതേ ഫലമായിരിക്കും നമുക്കും ലഭിക്കുക. നമുക്ക് പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പലതും നമ്മളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. അതിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം, ദൈവം നൽകുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ സത്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ജ്ഞാനികൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഇവിടെയാണ് നമ്മൾ ജ്ഞാനികളുടെ പക്ഷത്തോ അതോ ഹെറോദേസിൻ്റെ പക്ഷത്തോ നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ജ്ഞാനികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടുക തന്നെ വേണം. അതിനെന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ തന്നെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മുടെ മുന്നിലൂടെ അതിനുള്ള പാത തുറന്നു തന്നിട്ടുണ്ട്, മാർഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നക്ഷത്രം
പോലെയുള്ള ചില അടയാളങ്ങൾ, ചില സൂചനകളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അതെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് തിരിക്കുവാനുള്ള മാർഗങ്ങളാണ് ഇവ ഓരോന്നും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അന്വേഷിക്കുന്ന ദൈവത്തെ കണ്ടെത്താം, സത്യദൈവത്തെ കണ്ടെത്താം. വളരെ അനുഗ്രഹത്തിനായിട്ട് ഈ ദൈവങ്ങളുടെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരേ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം അറിയിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാപൂർവം നമ്മുടെ യാചനകൾ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും നന്ദിയേകുന്നു. ഈ പുതുവത്സരത്തിൽ ഏറെ നന്ദിയോടെ നല്ല തമ്പുരാന് സ്തുതി. അങ്ങയുടെ പ്രിയപ്പെട്ട സഭയെ സംരക്ഷിക്കണമേ. വളരെ പ്രത്യേകമായി ഫ്രാൻസിസ് പിതാവിനെയും മറ്റെല്ലാ അച്ചപാലകരെയും കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ലോകം മുഴുവൻ്റെയും നാഥനായ ക്രിസ്തു ഏകരക്ഷകനും നാഥനുമാണ് എന്ന് ഏറ്റുപറയുവാനും വിശ്വസിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തന്നരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ സംരക്ഷണത്തിൽ ലോകത്തെ കാത്തുകൊള്ളണമേ. രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പൈശാചിക ചിന്തയിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവാവായ ക്രിസ്തുവേ, ഞങ്ങളുടെ യുവതിയുവാക്കളെ വളരെ സ്നേഹത്തോടെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജ്ഞാനത്തിലും സേവന സന്നദ്ധതയിലും സമൂഹത്തിന് പ്രകാശമായി തീരാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അതിനാഥനായ ദൈവമേ, 2020 ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ സകലർക്കും നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നാം പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുത് എന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണ്ണമായി അങ്ങേ പരിപാലനത്താൽ ലോകീയത നയിക്കപ്പെടുവാനും അങ്ങേ സഭ ശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
സഹോദരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തിനെ പിതാമ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, അങ്ങേ സഭയുടെ കാഴ്ചവസ്തുക്കൾ ദയാവറും തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ ഇവയിലൂടെ അർപ്പിക്കുന്നത് പൊന്നും കുന്തിരിക്കയും മീറയുമല്ല, പ്രത്യുത അതേ കാഴ്ചവസ്തുക്കൾ വഴി പ്രഘോഷിക്കപ്പെട്ടവനും ബലി അർപ്പിക്കപ്പെട്ടവനും സ്വീകരിക്കപ്പെട്ടവനുമായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തിവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും പ്രധാനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലിക്ക് നാം ഇതിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടിയൊന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാനും കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് രചന പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും.
ഇപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അങ്ങേ പുതുരക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിട്ട് സാധിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അറിഞ്ഞുകൈക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെടുത്തിയ അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പശ്ചിമഗബ്രിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ പൈശനികാമറിയത്തോടും എല്ലാ വിശുദ്ധരുടെയും തങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥയാൽ സഹായം കൈവരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുജനസിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണം എന്നപേക്ഷിക്കുന്നു. അങ്ങേ ദാസന ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നിരെടുത്ത സ്ഥല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിതർത്താടൻ ജനങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാനും കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടണമേ. കാര്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നു പോയ എല്ലാവരെയും അങ്ങേ രാജ്യത്ത് ദൈവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വനിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും പ്രത്യാശിക്കുന്നു. ഇതെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കാൽപ്പിനാൽ ഉത്ബോധരായും ദൈവോപദേശ രോഗതരെയും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ യുഗത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചുമറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ ഈ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തെരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിധിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കഴിഞ്ഞ ഞായറാഴ്ച ശസ്ത്രക്കാഴ്ച 3310 രൂപ. ഒന്നാം തീയതിയിലെ ആണ്ടിറവിയുടെ 3760 രൂപ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പാസ്റ്റർ കൗൺസിലിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അനുബന്ധിച്ച് എല്ലാവരും തന്നെ ആ മീറ്റിങ്ങിൽ കൃത്യമായി പങ്കെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ ദീപ്തിയോടെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഞങ്ങൾക്ക് മുമ്പേ അങ്ങ് വരണമേ. അങ്ങ് ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച രഹസ്യം വ്യക്തമായ ഉൾക്കാഴ്ചയോടെ തിരിച്ചറിയുന്നതിനും ഉചിതമായ താല്പര്യത്തോടെ ഗ്രഹിക്കുന്നതിനൂടെ ആഗ്രഹിച്ചുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. പരിശുദ്ധനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, തീപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.